കഥാകൃത്താണ് സുരേന്ദ്രൻ. നിരവധി കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്, എനിക്ക് കാണണം, നമുക്ക് സംസാരിക്കണം. കഥാകൃത്താണ്. പക്ഷെ അദ്ദേഹം 921 എഴുതി വെച്ചു. 921 അദ്ദേഹം എഴുതിയത് കഥയല്ല, ചരിത്രമാണ്, യാഥാർത്ഥ്യമാണ്. ഭാവനയിൽ നിന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതല്ല ചരിത്രം. ചരിത്രം യഥാർത്ഥത്തിൽ സംഭവിച്ചതിലേക്കുള്ള സത്യസന്ധമായിട്ടുള്ള അന്വേഷണത്തിന്റെ പേരാണ് ഹിസ്റ്ററി. അന്വേഷണമാണ്. അതൊരു ക്ലേശകരമായിട്ടുള്ള പരിപാടിയാണ്, ശരിയായ ചരിത്രത്തെ, യാഥാർത്ഥ്യത്തെ കണ്ടെത്തുക എന്നുള്ളത്. ആ ജോലിയാണ് ഇവരൊക്കെ നടത്തിയത്. അതുമായിട്ട് ബന്ധം തകർന്നാൽ എത്രയെത്രയോ മഹത്തുക്കൾ. അതുമാത്രമല്ല, ഈ നാടിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ സൈനുദ്ദീൻ മഖ്ദൂം, അവിടെ തന്നെ സാമൂതിരി, അവിടെ തന്നെ കുഞ്ഞാലി, ഇവിടെ മമ്പുറം തങ്ങൾ, അവിടെ തന്നെ നായർ, മമ്പുറം തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന നായർ, അപ്പുറത്ത് കുഞ്ഞായിൻ മുസ്ലിയാർ, മങ്ങാട്ടച്ചൻ. ഇവരുടെ രണ്ടുപേരുടെയും പേര് ചേർത്ത് വെച്ചുകൊണ്ടാണ് മലയാളി കേൾക്കുന്നത്. എൻ്റെ ചെറുപ്പത്തില് ചന്തക്ക് വിറ്റിരുന്ന പുസ്തകമുണ്ട്. ചന്തക്ക് അന്ന് ബുക്ക് വെക്കും, കോട്ടക്കല്ല ചന്തയിലൊക്കെ ബുക്ക്, ചെറിയ ബുക്ക്, ചെറിയ പൈസക്ക് നമ്മൾ വാങ്ങും. 4 അണക്കൊക്കെ ഒരു പുസ്തകമുണ്ട്. 4 അണയും വേണ്ട ചില ബുക്കിന്. 4 അണക്ക് കോട്ടക്ക ചന്തക്ക് പോയാൽ ഒരുപാട് സാധനം കിട്ടും. ഞാൻ ധാരാളം ചന്തക്ക് പോയ ആളാണ്. എനിക്ക് കിട്ടിയ നല്ലൊരു അറിവ് ചന്തയുടെ അറിവാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ടിട്ട് വെറ്റിലയെ പറ്റി സംസാരിച്ചു. തിരൂരിൽ നിന്ന് വെറ്റില കയറ്റി അയക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് നമ്മളെ വെറ്റില വ്യാപാരികൾക്ക് വന്നപ്പോൾ അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെറ്റിലയെ പറ്റി എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്, ഞാൻ വെറുതെ വെറ്റില പറ്റി വായിച്ചിട്ടില്ല. ഞാൻ വെറ്റിലക്കൂടിയുള്ള നാട്ടിൽ ജനിച്ച ആളാണ്. ഞാൻ കോട്ടക്ക ചന്തക്ക് പോയ ആളാണ്. കോട്ടക്ക ചന്തക്ക് വെറ്റിലയായിരുന്നു പ്രധാനം. ശനിയാഴ്ച വെറ്റില കൂടിയും കൊണ്ട് പോവാണ്. ആ വെറ്റില വിറ്റിട്ട് വേണം ഒരാഴ്ചക്കുള്ള കോള് വാങ്ങാൻ. ചന്തക്കോള് അത് നിങ്ങളെ ഈ ആഗോളവൽക്കരിക്കപ്പെട്ട മാർക്കറ്റല്ല. അതൊക്കെ സാമ്രാജ്യത്വത്തിന്റെ വരവാണ്. ആ സാമ്രാജ്യത്വത്തിന്റെ സകല രൂപങ്ങളോടും സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച പോരാളിയുടെ പേരാണ് മമ്പുറം സയ്യിദ് അലവി. ഖദ്ദസല്ലാഹു സിർറഹു.